നമസ്കാരം. മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം ഡ്രീംസിനെ കുറിച്ചാണ്. ഡ്രീംസ് എങ്ങനെ ചെയ്യാം. ഇന്നലെ നമ്മൾ പഠിച്ചു വിഷ്വലൈസേഷൻ, അല്ലേ? വിഷ്വലൈസേഷൻ, ഈ ഡ്രീംസ് നമ്മൾ ഇങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് അത് നടക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം. ആ പ്ലാനിങ് അന്നേരം വരും. നമുക്ക് വലിയൊരു ചിന്താഗതി ഉണ്ടാകുമ്പോൾ വലിയ തരത്തിലെ പ്ലാനിങ് വരും. ചെറിയ ചിന്താഗതി, ചെറിയ സ്വപ്നങ്ങളാണെങ്കിൽ ചെറിയ തരത്തിൽ പ്ലാനിങ് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാനിങ് വരും. ആ പ്ലാനിങ് വരുമ്പോഴാണ് കറക്റ്റായിട്ട് ഒരു വീടെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചോ. ആ വീടെടുക്കാൻ നമ്മൾ വലിയ വീടിന് നമ്മൾ സ്വപ്നം കണ്ടാൽ ആ വലിയ വീടിൻ്റെ ആയിട്ടുള്ള പ്ലാനാണ് വരിക. അപ്പോൾ ആ വലിയ വീടിന് വേണ്ടിയിട്ട് പ്ലാനിങ് നടക്കും. അതിൽ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു എഞ്ചിനീയർ പോയി കാണും. അതിനനുസരിച്ച് ഇത്ര സ്ക്വയർ ഫീറ്റ്, 5000 സ്ക്വയർ ഫീറ്റ്, ഇല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ്, ഇല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് നമ്മൾ വെക്കുന്ന ആ പ്ലാൻ, നമുക്ക് ആ പ്ലാനിങ് വരും. ആ പ്ലാനിങ് വരുന്നതനുസരിച്ചാണ് നമുക്ക് അതിന് വേണ്ടുന്ന സിമെൻറ്റ് എവിടുന്ന് വരും, കല്ല് എവിടുന്ന് വരും, കല്ലെങ്ങനെ ഉണ്ടാക്കണം. ഇങ്ങനെ ഓരോരോ പ്ലാനിങ് വരുന്ന സമയത്താണ് നമുക്ക് ആ നമ്മൾ ചെയ്ത വിഷ്വലൈസേഷൻ നമ്മൾ യാഥാർത്ഥ്യം, നമ്മൾ ഡ്രീംസ് സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പറ്റുക. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ വലിയ പ്ലാനിങ് വരും, ചെറിയ സ്വപ്നങ്ങൾ കാണുന്നത് ചെറിയ പ്ലാനിങ് ആയിരിക്കും. അതുകൊണ്ട് എന്നും ഞാൻ പറയുന്നത് നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുക. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് വരുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുക. അല്ലാതെ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. നമ്മൾ അതിന് വേണ്ടുന്ന പ്ലാനിങ് നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാനിങ് നടക്കുമ്പോൾ ആ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നല്ലൊരു പ്ലാനോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.